2024 ഏപ്രിൽ മാസം അബ്ദുൾ വഹീബ് എന്ന് പറയുന്ന ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റിനെ കാശ്മീരിൽ വെച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ റൈഫിൾസ് എലിമിനേറ്റ് ചെയ്തു. കൃത്യം ഒരു വർഷം കഴിഞ്ഞ് 2025 മാർച്ച് 17 അക്കീഫ് അലീം എന്ന് പറയുന്ന മറ്റൊരു ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ്, ഈ രണ്ടുപേരും ലഷ്കർ ഇ തോബയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന ടെററിസ്റ്റുകളാണ്. ഈ ഒരു ടെററിസ്റ്റിനെയും രാഷ്ട്രീയ റൈഫിൾസ് സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. ഈ രണ്ട് സംഭവങ്ങൾ കഴിഞ്ഞ് 2025 ഏപ്രിൽ മാസം 18 പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലെ റാവൽകോട്ടിൽ വെച്ച് ലഷ്കർ ഇ തോബയുടെ പ്രധാനപ്പെട്ട കമാൻഡർമാരിൽ ഒരായിട്ട് വിശേഷിപ്പിക്കുന്ന അബു മൂസ ഒരു പ്രസംഗം നടത്തുകയാണ്. ഈ പ്രസംഗത്തിൽ അബു മൂസ പറയുന്ന ഒരു കാര്യമാണ്, വരും ദിവസങ്ങളിൽ കാശ്മീരിൽ ശക്തമായ മുജാഹിദിന്റെ ആക്ടിവിറ്റീസ് ഉണ്ടാകുമെന്നും നമ്മൾ സംയുക്തമായി ചേർന്നുകൊണ്ട് കാശ്മീരിനെ ഫ്രീ ചെയ്യുമെന്നും. അബു മൂസയുടെ ഒരു പ്രസംഗം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും കാശ്മീരിലെ പെഹൽഗാമിൽ ശക്തമായ ഒരു ടെററിസ്റ്റ് ആക്രമണം നടന്നിരിക്കുകയാണ്. നമ്മളെപ്പോലെ ഒരു സാധാരണക്കാർ, ഇനി നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാർ അവധി സ്പെൻഡ് ചെയ്യാനായിട്ട് കാശ്മീരിലെ പഹൽഗാമിൽ പോയപ്പോൾ അവർക്ക് നേരെ ആയുധം ഏന്തിക്കൊണ്ട് തീവ്രവാദികൾ കടന്നു വരികയും അവരെ ക്രൂരമായിട്ട് ആക്രമിക്കുകയും പലരെയും മതം ചോദിച്ചുകൊണ്ട് കൊലപ്പെടുത്തി എന്ന് പറയുന്ന വാർത്തകളും ഇന്ന് പുറത്തു വരുന്നുണ്ട്. എന്താണ് കാശ്മീരിലെ പഹൽഗാമിൽ സംഭവിച്ചത്? ഈ ടെററിസ്റ്റ് ആക്രമണത്തിന് പിറകിൽ നമ്മൾ അറിയാതെ പോകുന്ന മറ്റെന്തെങ്കിലും വശമുണ്ടോ? തീർച്ചയായിട്ടും വളരെയധികം പ്രധാനപ്പെട്ട, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻറ്റൻസീവ് ആയിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. എനിക്ക് പേഴ്സണലി വളരെയധികം ഫേവറേറ്റ് ആയിരിക്കുന്ന ഒരു പ്രദേശമാണ് കാശ്മീർ. ഞാനവിടെ 4 വട്ടം സഞ്ചരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ 2025 ഫെബ്രുവരി മാസം ഞാൻ കാശ്മീർ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പെഹൽഗാമിൽ ഞാൻ 3 വട്ടം ഇതിനോടകം പോയിട്ടുണ്ട്. ഈ പെഹൽഗാമിൽ ബൈസറൻ വാലി എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അതായത് ഈ പെഹൽഗാം എന്ന് പറയുന്നത് ഒരു മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അങ്ങോട്ടേക്ക് സഞ്ചരിക്കാനായിട്ട് കുതിരകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ മെല്ലെ ഓരോ പ്രദേശങ്ങളിലോട്ട് ചെന്ന് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ഉയരത്തിലോട്ട് എത്തുന്നത്. ഉയരത്തിലാണ് ഈ ബൈസറൻ വാലി എന്ന് പറയുന്ന ഒരു കുന്നുള്ളത്. അതിന് ചുറ്റുമായിട്ട് ധാരാളം മലകളും കാണാൻ സാധിക്കും. നിങ്ങൾ ഈ കാണുന്ന വീഡിയോസ് എല്ലാം തന്നെ ഞാൻ അവിടെ പോയ സമയത്ത് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാമായിട്ട് കാണാൻ പറ്റിയതാണ്. ആ ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ചുറ്റുമുള്ള മലകളാണ്. ഞാൻ ഈ സൂചിപ്പിച്ച മലകളാണ് സാധാരണക്കാരായ വിനോദസഞ്ചാരികളെ കൊല്ലാൻ വേണ്ടി ടെററിസ്റ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഈ മലകളുടെ പല ഭാഗത്തു നിന്ന് ഇവർ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇങ്ങോട്ടേക്ക് എത്തുകയും ഇവരെ കൃത്യമായിട്ട് തന്നെ സെക്യൂരിറ്റി ഉണ്ടാകില്ല എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കിയിട്ട്, കാരണം ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു 6-7 കിലോമീറ്റർ കുതിരയെല്ലാം സഞ്ചരിച്ച് ചെല്ലേണ്ട ഒരു ട്രെക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു ബൈസറൻ വാലി എന്ന് പറയുന്നത്. അങ്ങോട്ടേക്ക് ഈ സെക്യൂരിറ്റി കാര്യമായി ഉണ്ടായാലെന്ന് മനസ്സിലാക്കി ഈ ഒരു ടെററിസ്റ്റുകൾ കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത് കടന്നു ചെല്ലുകയും 27 സാധാരണക്കാരെ കൊല്ലുകയുമാണ് ചെയ്തിരിക്കുന്നത്. അവിടെ സംഭവിച്ച ആ ഒരു ഭീകര അന്തരീക്ഷം, ആ വീഡിയോസ് എല്ലാം കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സങ്കടമാണ് ഉണ്ടാകുന്നത്. കാരണം ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് അവരുടെ പേര് ചോദിച്ച് അവൻ്റെ മതം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെയുള്ള പുരുഷന്മാരെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവരെ കൊല ചെയ്തിരിക്കുന്നു പറയുന്ന കാര്യമാണ് കാണാൻ സാധിക്കുന്നത്. സ്ത്രീകളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ മോദിയോട് പോയി പറയൂ ഞങ്ങൾ ഈ ഒരു ആക്രമണം നടത്തിയെന്നും അതുപോലെ തന്നെ ഞങ്ങളുടെ കാശ്മീരിലോട്ട് നിങ്ങളെ കടന്നു വരാനായിട്ട് ആര് അനുവാദം നൽകിയെന്ന് പറയുന്ന രീതിയിൽ വളരെയധികം കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിരിക്കുന്ന ഒരു ഓപ്പറേഷനായിട്ടാണ് ഇതിനോടകം ഇപ്പുറത്ത് വരുന്ന വാർത്തകളെല്ലാം സൂചിപ്പിക്കുന്നത്. ആക്രമണം നടത്തിയ ടെററിസ്റ്റുകളെ പിടികൂടാനായിട്ട് ഇന്ത്യൻ ആർമിയുടെ സംയുക്തമായിരിക്കുന്ന ഓപ്പറേഷൻസും ഇതിനോടകം സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ അറിയേണ്ടത് ആരാണ് ഈ ആക്രമണത്തിന് പിറകിൽ എന്ന് പറയുന്ന കാര്യമാണ്. ഇതിനോടകം പുറത്തു വരുന്ന വാർത്തകളിലൂടെയും അതുപോലെ തന്നെ ഔദ്യോഗികമായിട്ട് ഞങ്ങളാണ് ഈ ഒരു കൃത്യം നടത്തിയെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും TRF എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ TRF എന്ന് പറയുന്ന ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു ചുരുക്ക നാമമാണ്. TRF 2022 ഇന്ത്യ ഔദ്യോഗികമായിട്ട് തന്നെ ടെററിസ്റ്റ് ഗ്രൂപ്പായി പ്രഖ്യാപിക്കുകയും ബാൻ ചെയ്യുകയും ചെയ്തിരിക്കുന്ന ഒരു ഔട്ട്ഫിറ്റാണ്. ഈ TRF എങ്ങനെ സ്ഥാപിതമായെന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ സംസാരിക്കേണ്ടതും ഈ TRFിൻ്റെ പ്രവർത്തന രീതിയുമാണ് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കുന്നതുമായ പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറുന്നത്. അതായത് TRF 2019 ഇന്ത്യ പുൽവാമയിലെ ഭീകരാക്രമണം നടന്ന സമയത്ത് തന്നെ സംയുക്തമായിട്ട് പല പ്രധാനപ്പെട്ട മറ്റു പല ആക്രമണം നടത്താനായിട്ട് തയ്യാറാകുന്നു പറയുന്ന ഒരു കാര്യത്തെപ്പറ്റി ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോ അന്ന് തന്നെ കൃത്യമായിട്ട് കണ്ടെത്തിയിരുന്നു. കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 ഇന്ത്യ റദ്ദാക്കിയ സമയത്താണ് ഈ ഒരു TRF എന്ന് പറയുന്ന ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുക എന്നുള്ള കാര്യത്തെപ്പറ്റി വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ TRFിൻ്റെ ആക്ടിവിറ്റീസും അവരുടെ പ്രവർത്തന രീതിയും മനസ്സിലാക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത്, അതിനു മുമ്പ് തന്നെ പല ചെറുതും വലുതുമായ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ കണക്റ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പായിട്ട് TRF വളർന്നിട്ടുണ്ടെന്ന് പറയുന്ന കാര്യമാണ്. ഈ TRF എന്നുള്ള ഗ്രൂപ്പ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയോളജി ആയിട്ട് വരുന്നത് തന്നെ ലഷ്കർ ഇ തോയ്ബയുടെ ഐഡിയോളജിക്ക് സമാനമാണെന്ന് പറയാൻ സാധിക്കും. കാരണം ലഷ്കർ ഇ തോയ്ബയുടെ മുഴുവൻ പ്രവർത്തനത്തെയും കാശ്മീരിൽ ഇന്ത്യ സംയുക്തമായിട്ട് ഇല്ലാതാക്കാൻ
ശ്രമിച്ച സമയത്ത് ഇത്തരമൊരു പുതിയൊരു ഗ്രൂപ്പിനെ ഫോം ചെയ്യേണ്ടത് ലഷ്കർ ഇ തോയ്ബയ്ക്കും അത്യാവശ്യമായിട്ട് മാറിയിരുന്നു. കാരണം ആ ഒരു പുതിയ ഗ്രൂപ്പിലെ പ്രവർത്തകരെയും ആ ഒരു ഗ്രൂപ്പിൽ പങ്കെടുക്കാൻ വരുന്ന ബാക്കിയുള്ള ആൾക്കാരെയും എല്ലാം തന്നെ പോലീസ് കണ്ടെത്താനും അവരെ മോണിറ്റർ ചെയ്യാനും കുറേ സമയമെടുത്തേക്കാം. അതുകൊണ്ട് ആ കാര്യത്തെപ്പറ്റി മനസ്സിലാക്കിയിട്ട് TRFിനെ ഉപയോഗിച്ചുകൊണ്ട് ചെറുതും വലുതുമായ പല ആക്രമണങ്ങളും ഇതിനു മുമ്പ് കാശ്മീരിൽ ലഷ്കർ ഇ തോയ്ബ പ്ലാൻ ചെയ്തിരുന്നു പറയുന്ന കാര്യത്തെപ്പറ്റിയും ഇന്ന് ആർമിയിലെ പല ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന അഭിപ്രായങ്ങളിലും ഇന്റർവ്യൂസിലും കാണാൻ സാധിക്കും. സോ ഈ ഒരു TRF എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്തുകൊണ്ട് ഇത്രമാത്രം ഗൗരവമായിട്ട് മാറുന്നു, എങ്ങനെ വരെ ഈ ഒരു അറ്റാക്ക് നടത്തി, ഇങ്ങനെ പല സംശയങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടായേക്കാം. ഈ ഒരു കണക്ക് പറയുകയാണെങ്കിൽ, അതായത് 2022 വരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, കാശ്മീരിൽ എൻകൗണ്ടറിലൂടെ ഇന്ത്യ 172 ടെററിസ്റ്റുകളെ കില്ല് ചെയ്തിട്ടുണ്ട്. ഈ 172 ടെററിസ്റ്റുകളിൽ ഓൾമോസ്റ്റ് 108 ടെററിസ്റ്റുകൾ, അതായത് ഒരു 70% മുകളിലെ നമ്പേഴ്സും ഈ TRF എന്ന് പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുമായിട്ട് കണക്ട് ആയിരിക്കുന്ന ടെററിസ്റ്റുകളാണെന്ന് പറയാൻ സാധിക്കും. അതായത് TRF അത്രമാത്രം സ്ട്രോങ്ങർ നെറ്റ്വർക്കായിട്ട് കാശ്മീരിൽ മാറിയിരിക്കുന്നു പറയുന്ന ഏറ്റവും കൂടുതൽ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. മാത്രമല്ല മറ്റൊരു ഇൻഡിപെൻഡൻസ് സർവേ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, കാശ്മീരിലെ ടെററിസ്റ്റുകളായിട്ട് മാറുന്ന അല്ലെങ്കിൽ ടെററിസത്തിലോട്ട് മൂവ് ചെയ്യുന്ന 100 പേരെ എടുക്കുകയാണെങ്കിൽ അതിൽ 74 പേരും ഈ പറഞ്ഞിരിക്കുന്ന TRF എന്ന് പറയുന്ന ഗ്രൂപ്പുമായിട്ട് റിക്രൂട്ട്മെന്റിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സോ TRF കാശ്മീരിലെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പായിട്ട് ഇന്ന് മാറിക്കഴിഞ്ഞു. ഈ TRF എങ്ങനെയാണ് പെഹൽഗാമിൽ ചെന്നത്, ഈ ടെററിസ്റ്റുകൾ എങ്ങനെയാണ് പെഹൽഗാമിൽ ചെല്ലുകയും അവിടെ ആക്രമണം നടപ്പാക്കുകയും ചെയ്തത്, ഈ സംശയമാണ് പലർക്കും ഉണ്ടായേക്കാം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു പെഹൽഗാമിന്റെ പ്രത്യേകത എന്ന് പറയാം. അതായത് ഈ ബൈസറൻ വാലി എന്ന് പറയുന്ന പ്രദേശം ഒരു മൊട്ടക്കുന്ന് പോലത്തെ ഭാഗമാണ്. അവിടെ കുറേയധികം ടൂറിസ്റ്റുകൾ ചെന്ന് ആസ്വദിക്കുന്ന ഒരു മേഖല കൂടിയാണ്. ആ ഭാഗത്ത് പൊതുവെ ധാരാളം മലകളുണ്ട്. ചുറ്റുമായിട്ട് തന്നെ ഒരു 3-4 മലകൾ കാണാൻ സാധിക്കും. ഈ മലകൾ താണ്ടി സഞ്ചരിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുകയും ടെററിസ്റ്റുകൾ ജമ്മു വഴി കാശ്മീരിലെ ഈ ഒരു ഭാഗത്തോട്ട് വന്നിരിക്കാം എന്നുള്ള കാര്യത്തെപ്പറ്റിയും വാർത്തകൾ വരുന്നുണ്ട്. സോ അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത് അവർ കൃത്യമായിട്ട് തന്നെ പട്ടാളത്തിൻ്റെ യൂണിഫോം ധരിച്ചുകൊണ്ടാണ് അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടങ്ങളിൽ സിവിലിയൻസ് വിചാരിച്ചത് പട്ടാളക്കാരാണെന്ന്. പിന്നീട് അവർ ആക്രമണം നടപ്പാക്കിയപ്പോഴാണ് ഇവരുടെ യഥാർത്ഥ മോട്ടീവ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധ്യമായത്. പലരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കാണാൻ സാധിച്ചു. പുറത്തു വരുന്ന വാർത്തകളും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഭീകര അന്തരീക്ഷത്തിൻ്റെ മുഖം കാണിച്ചു തരുന്ന ഇൻ്റർവ്യൂസും എല്ലാം പറയുന്നൊരു കാര്യമാണ്, ഇവർ മതം ചോദിച്ച് അവിടെയുള്ള പുരുഷന്മാരോട് നിങ്ങളുടെ മതം ഏതാണ്, നിങ്ങൾ ഹിന്ദു ആണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി സ്ഥിരീകരിക്കാനായിട്ട് ഇവൻ അവരുടെ ട്രൗസേഴ്സ് പോലും ഊരി നോക്കിയെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി കൊല്ലപ്പെട്ട പല ആൾക്കാരുടെയും ഭാര്യമാർ സംസാരിക്കുന്ന വീഡിയോസിൽ കാണാൻ സാധിക്കും. അവർ തന്നെ അത്രയും സങ്കടപ്പെട്ടുകൊണ്ട് ഈവൻ ഒരു കർണാടകയിൽ നിന്ന് പോയിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് ഫാമിലി അവരുടെ പിതാവിനെ കൺമുമ്പിൽ വെച്ച് ഈ ടെററിസ്റ്റ് കൊല്ലുകയും ആ അമ്മ ആ ടെററിസ്റ്റോട് തന്നെ പറയുന്നുണ്ട്, എന്നെയും കൊന്നേക്കും, എന്നെ വെറുതെ വിടല്ലേ എന്ന്. ആ സമയത്ത് ആ ടെററിസ്റ്റ് പറഞ്ഞൊരു മറുപടിയായിരുന്നു, നീ പോയി മോദിയോട് പറയാന്ന്. അതായത് സ്ത്രീകളെ കൃത്യമായിട്ട് തന്നെ എമോഷണലി അവരെ ടാർഗറ്റ് ചെയ്യാനും അവരുടെ മെൻ്റലി ടോർച്ചർ ചെയ്യാനായിട്ടും കൂടെയുള്ള പുരുഷന്മാരെ ആക്രമിച്ച് അവരെ കൊലപ്പെടുത്തിക്കൊണ്ട് അതിലൂടെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ് ഈ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് നൽകിയിരിക്കുന്നു പറയുന്ന കാര്യത്തെപ്പറ്റി കാണാൻ സാധിക്കും. ഈ ടെററിസ്റ്റുകൾ ആക്രമണ സമയത്ത് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, കാശ്മീർ ഞങ്ങളുടേത് മാത്രമാണെന്നും നിങ്ങൾ പുറത്തുനിന്ന് കടന്നു വരുന്ന അധിനിവേശക്കാർ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന്. ഈവൻ 85,000-ഓളം വരുന്ന നോൺ കാശ്മീർ റെസിഡൻസിന് ഡൊമിസൈൽസ് അനുവദിച്ച കാര്യത്തെപ്പറ്റി, അതായത് അവർക്ക് അവിടെ താമസിക്കാനുള്ള കാശ്മീർ താമസിക്കാനുള്ള അനുമതി നൽകിയ കാര്യത്തെപ്പറ്റിയും ഈ ടെററിസ്റ്റുകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞായിട്ട് അവിടെ ഉണ്ടായിരുന്ന രക്ഷപ്പെട്ട പലരും പറയുന്ന ഇൻ്റർവ്യൂസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ടെററിസ്റ്റിൻ്റെ മോട്ടീവ് എന്താണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ലഭ്യമായിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, കാശ്മീരിൽ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് കാശ്മീരിലെ ഡെവലപ്മെൻറ്റും ടൂറിസവും കൃത്യമായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വന്നു. അതിലൂടെ കാശ്മീരിൽ വീണ്ടും സജീവമായിട്ട് ടെററിസവും അതിലൂടെ അവിടെയുള്ള യുവാക്കൾക്കിടയിൽ പോലും കൃത്യമായിട്ടുള്ള പ്രശ്നം ക്രിയേറ്റ് എന്ന് പറയുന്ന മോട്ടീവിലൂടെയാണ് ഈ ഒരു TRF കടന്നു പോയിരിക്കുന്നു പറയുന്ന കാര്യത്തെപ്പറ്റി കാണാൻ സാധിക്കും. ഇനി ഞാൻ പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ആക്രമണത്തിന് പിറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് പറയുന്നൊരു ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരവും കണ്ടെത്തേണ്ട അത്യാവശ്യമായിട്ട് മാറുന്നുണ്ട്. ഈവൻ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഔദ്യോഗികമായിട്ട് ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആരാന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയോ അല്ലെങ്കിൽ ഒരു ബ്ലണ്ടർ ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഇന്ത്യ പുറത്തുവിട്ടില്ല. ഇന്ത്യ കൃത്യമായിട്ട് തന്നെ ഈ പ്രശ്നത്തെ അപലപിക്കുന്നതായിട്ടും തക്കതായിരിക്കുന്ന ശിക്ഷ കണ്ണിന് കണ്ണെന്ന് പറയുന്ന രീതിയിൽ മറുപടി നൽകുന്ന കാര്യത്തെപ്പറ്റിയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററുടെ ഭാഗത്തുനിന്നും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും TRFിലെ പല അംഗങ്ങളെയും ആക്രമിക്കാനുള്ള പദ്ധതികൾ ഇന്ത്യ തയ്യാറാക്കിയിരിക്കാവുന്ന കാര്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഘടകമാണ്. സോ ഇവിടെ അറിയാതെ പോകുന്ന മറ്റൊരു കാര്യം, അതായത് ഈ കോൺസ്പിറസി എന്ന് പറയുന്ന ആംഗിളിൽ ആരെങ്കിലും പ്രവർത്തിച്ചിരിക്കുമോ എന്ന കാര്യമാണ്. അതിനായിട്ട് നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ പോളിസി എന്ന് പറയുന്ന കാര്യം, അതായത് ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയുന്ന കാര്യം. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ആക്രമണം നടന്നിരിക്കുന്ന സമയത്ത് അതേ സമയത്ത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, ഇന്ത്യയിലെ
രാജസ്ഥാനിൽ അദ്ദേഹം ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുകയും അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് വിസിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതേപോലെ സിമിലർ ആയിരിക്കുന്ന ഒരു ഇൻസിഡന്റ് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഇന്ത്യയിൽ വന്ന സമയത്ത് 2000-ലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം 25 വർഷം മുമ്പ്. അന്ന് കാശ്മീരിലെ തന്നെ അനന്ത്നഗർ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലുള്ള ചിട്ടി സിംഗ് പുര എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ടെററിസ്റ്റുകൾ കടന്നു ചെല്ലുകയും 35 സിഖ് മതവിശ്വാസികളെ കൊല്ലുകയും ചെയ്തിരുന്നു. ആ ഒരു കൂട്ടക്കുരുതി അന്ന് അത് സംഭവിച്ച സമയത്ത് തന്നെ പുറത്തുവന്ന കാര്യമായിരുന്നു ഇത് ഇന്ത്യക്കും അമേരിക്കയ്ക്കുമുള്ള സംയുക്തമായിരിക്കുന്ന താക്കീതാണെന്ന്. അതേപോലെ സിമിലർ ആയിരിക്കുന്ന ഒരു നീക്കമാണ് ഈ ഒരു TRF നടപ്പാക്കിയിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റിയും ഇന്ന് പല വിദഗ്ധരുടെ ഭാഗത്തുള്ള അഭിപ്രായങ്ങൾ കേൾക്കാൻ സാധിക്കും. മാത്രമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ സന്ദർശനമായിട്ട് ചെന്നിരിക്കുന്ന സമയമാണ് ഈ ഒരു സെയിം ടൈം. ആ ഒരു സമയത്ത് സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയും ഭാവിയിൽ ഇനി രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കാര്യത്തെപ്പറ്റിയും സംസാരിക്കുമ്പോൾ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാന്റെ ഒരു പ്രധാനപ്പെട്ട ഇൻ്റഗ്രൽ പാർട്ടായിട്ട് അവരുടെ സപ്പോർട്ടീവ് ഫോഴ്സായിട്ട് നിലനിന്ന രാജ്യമാണ്. ഇന്ന് പാകിസ്ഥാൻ എഗെയിൻസ്റ്റ് ആയിട്ട് ലോകത്തെ പല വേദികളിൽ സംസാരിക്കുന്ന രാജ്യം കൂടിയായിട്ട് മാറിയിരിക്കുകയാണ് സൗദി അറേബ്യ. കാരണം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന രാജ്യമായിട്ട് സൗദി അറേബ്യ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ പോലത്തെ പല രാജ്യങ്ങൾക്കുമുള്ളൊരു താക്കീതായിട്ടും ഈ ഒരു കാശ്മീർ പോലത്തെ പ്രദേശങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് തക്കതായിരിക്കുന്ന റിട്ടേൺ ലഭിക്കില്ല എന്നും മറിച്ച് അവിടെ വലിയ തോതിലുള്ള പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യത്തെപ്പറ്റിയുമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിരിക്കുന്നു പറയുന്ന വിഷയത്തെപ്പറ്റിയും ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ കാണാൻ സാധിക്കും. കാരണം കാശ്മീരിൽ പല പ്രധാനപ്പെട്ട വിദേശ കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കടന്നു വരുന്നുണ്ട്. അവിടെയുള്ള ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇന്ത്യയും കാര്യമായുള്ള പ്രോത്സാഹനം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളെയും ഒരേപോലെ ഇല്ലാതാക്കാനായിട്ടും കൃത്യമായിട്ട് ഇന്ത്യക്കുള്ളൊരു താക്കീത് നൽകാനായിട്ടുമാണ് ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ആസൂത്രണം നടപ്പാക്കിയിരിക്കുക എന്നുള്ള കാര്യത്തെപ്പറ്റിയും കാണാൻ സാധിക്കും. സോ ഇതിന് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ഘടകമാണ് എത്രമാത്രം ഇന്ന് സോഷ്യൽ മീഡിയ വഴി പോലും ഹെയ്റ്റ് മറ്റുള്ള മതങ്ങൾക്ക് നേരെ സ്പ്രെഡ് ചെയ്യുന്നു പറയുന്ന കാര്യം. ഇവൻ ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ്റെ ആർമി ചീഫ് ഒരു വേദിയിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു ഹിന്ദുക്കൾക്കും മുസ്ലിമുകൾക്കിടയിൽ കാര്യമായ വേർതിരിവുണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രദേശം ഒരു രാജ്യം ഫോം ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറായെന്നും അതുപോലെ ഹിന്ദുക്കളെ മോശമായി ചിത്രീകരിക്കുന്നതിൽ ആ ഒരു പ്രസംഗത്തിൽ പരാമർശിച്ചത് കാണാൻ സാധിക്കും. അങ്ങനെ വർഗീയമായിരിക്കുന്ന ഒരു പ്രശ്നം നേരിടേണ്ട പാകിസ്ഥാനിൽ ഓൾറെഡി വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സും ആർമി ലീഡേഴ്സും ശ്രമിക്കുന്നുണ്ട്. ആ ഒരു കാര്യം സാധാരണക്കാർക്കിടയിൽ പോലും വർഗീയത ഇഞ്ചക്ട് ചെയ്ത് അവരെയും ബ്രെയിൻ വാഷ് ചെയ്യാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാനിലും ഈവൻ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ പോലും ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്നു കഴിഞ്ഞ ശേഷം പുറത്തു വരുന്ന വാർത്തകൾ അത്രമാത്രം ഖേദകരമായിട്ട് മാറുന്നുണ്ട്. അതായത് ടെററിസ്റ്റുകൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആൾക്കാരുടെ മതവും പേരും ചോദിച്ചിട്ടാണ് ആക്രമിച്ച് കൊന്നത്. ആ ആക്രമണം നടപ്പാക്കി സാധാരണക്കാരെ കൊന്ന ഈ ടെററിസ്റ്റുകൾ നടപ്പാക്കിയ അതേപോലെ ഇരിക്കുന്ന സിമിലർ മെൻറ്റാലിറ്റിയിൽ ഇന്ത്യയുടെ അകത്തും പലരും സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ടെററിസ്റ്റ് ആക്രമണത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതേപോലെ തന്നെ ഈ ടെററിസ്റ്റ് ആക്രമണം നടത്തിയത് ഒരു മുസ്ലിമാണെന്നും ആ മുസ്ലിം പോലെ തന്നെ ഇന്ത്യയിലുള്ള ഓരോ മുസ്ലിമുകളും ഇന്ത്യക്ക് ത്രെട്ടാണെന്ന് പറയുന്ന രീതിയിൽ ഇതിനെ ഒരു പ്രധാനപ്പെട്ട വർഗീയ വിഷയമായിട്ട് മാറ്റുന്ന പല വർഗീയ വിഷപ്പാമ്പുകളും നമുക്കിടയിലുണ്ട്. ഈ രണ്ട് കൂട്ടരും ഇവിടെ ഒരേപോലെ തന്നെ ബിഹേവ് ചെയ്യുന്നത്. ഒരു കൂട്ടർ ടെററിസ്റ്റുകളാണെന്ന് പറയുമ്പോൾ മറ്റൊരു കൂട്ടർ അതേപോലെ സിമിലർ ബിഹേവിയർ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മതം എന്ന് പറയുന്ന കാര്യത്തെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യ ആക്രമിക്കാനും ഇന്ത്യയിലെ പ്രശ്നത്തിലാഴ്ത്താനായിട്ടും സാധാരണക്കാരെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ഇത്തരം TRF പോലത്തെ ഗ്രൂപ്പുകളെ കൃത്യമായിട്ട് എലിമിനേറ്റ് ചെയ്യേണ്ട ആവശ്യകതയും സംസാര വിഷയമായിട്ട് മാറ്റേണ്ടത് അത്യാവശ്യമായിട്ട് മാറുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ തന്നെയാണ് ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് ചെയ്തത്. ഇതുവരെയുള്ള അപ്ഡേറ്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനുശേഷം വരാൻ പോകുന്ന പല കാര്യങ്ങളെ പറ്റിയും ഞാൻ ഫ്യൂച്ചറുള്ള വീഡിയോസിൽ പറയാം. സിമ്പിളായി പറയുകയാണെങ്കിൽ ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് വെൽ പ്ലാൻഡ് ആയിട്ട് ഇന്ത്യക്കെതിരെ ഇന്ത്യയിലെ കാശ്മീരിൽ നടപ്പാക്കുന്ന വികസനത്തെ ഇല്ലാതാക്കാനുള്ള ആസൂത്രിതമായിരിക്കുന്ന നീക്കമാണെന്ന് പറയാൻ സാധിക്കും. കാരണം ഇതിനു മുമ്പ് പാകിസ്ഥാനിൽ നടന്നിരിക്കുന്ന പല ആക്രമണങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും അവിടെ ചൈന ഫണ്ട് ചെയ്തിരിക്കുന്ന പല പ്രൊജക്റ്റുകളും ഇല്ലാതാക്കാനായിട്ട് പാകിസ്ഥാനകത്തുള്ള പല ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയുടെ അകത്തും പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു പറയുന്ന കാര്യത്തെപ്പറ്റി കാണാൻ സാധിക്കും. ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തിരിക്കുന്ന ഇനിയും പല പ്രശ്നം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിരിക്കുക എന്ന് പറയുന്നതാണ് ഞാൻ സൂചിപ്പിച്ച തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന അബു മൂസ എന്ന് പറയുന്ന ലഷ്കർ ഇ തോയ്ബ കമാൻഡർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഈവൻ ഈ അബു മൂസ നടത്തിയ ആ പ്രസംഗം നടക്കുന്ന സമയത്ത് ആ വേദിയിൽ കാവല എന്നത് പാകിസ്ഥാന്റെ നാഷണൽ സെക്യൂരിറ്റി ഫോഴ്സാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ടെററിസ്റ്റുകൾക്ക് ഹെവനായിട്ട് മാറിയിരിക്കുന്ന ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ ഓൾറെഡി മാറിക്കഴിഞ്ഞു. ആ രാജ്യത്ത് നിന്ന് ഇന്ത്യക്ക് ഭീഷണിയാകുന്ന ഇത്തരം ടെറർ ആക്രമണങ്ങൾ പ്രോത്സാഹിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ശക്തമായ തിരിച്ചടി പാകിസ്ഥാൻ്റെ അകത്തുള്ള പല ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് നേരെ നടപ്പാക്കേണ്ടത് അത്യാവശ്യമായിട്ട് മാറുന്നുണ്ട്. സാധാരണക്കാരെ ആക്രമിച്ച് മതത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മതത്തെയും ഞങ്ങളുടെ പ്രദേശത്തെയും വിമോചിപ്പിക്കാൻ വന്നാണെന്ന് പറഞ്ഞ് ആയുധമേന്തി പോരാടുന്നവർ ഒരിക്കലും രാജ്യസ്നേഹിയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുമല്ല. അവൻ ടെററിസ്റ്റ് തന്നെയാണ്. അവനെ ടെററിസ്റ്റ് എന്ന് പറയേണ്ടതും ആ ഒരു കൂട്ടരെ മാറ്റി നിർത്തേണ്ട അത്യാവശ്യമായിട്ട് മാറുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും അടുത്തൊരു തലമുറയ്ക്കെങ്കിലും ഈ ടെററിസ്റ്റുകൾ എന്താണെന്നും അവർ നടപ്പാക്കുന്ന നീക്കങ്ങൾ തെറ്റാണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും ആവർത്തിച്ച് പറയേണ്ടതും അത്യാവശ്യമാണ്.
നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലും ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കുക. ആരെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞ കാര്യത്തെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇതിന് പിറകിൽ നടന്നിരിക്കുന്ന പല കോൺസ്പിറസീസും പലതരത്തിലുള്ള ഇന്റർനാഷണൽ പ്രശ്നങ്ങളും അതുപോലെ തന്നെ മതത്തിൻ്റെ പേരിൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുമെല്ലാം സംസാര വിഷയമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരും അത്യാവശ്യമായിട്ടുള്ള കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.